ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റൂബീസ് യൂണിക് ടേസ്റ്റ്. ഞങ്ങളാണ് റൂബിയും ജേഡനും. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചിക്കൻ ബിരിയാണിയുടെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി 2 കിലോ ചിക്കൻ ഞാനിവിടെ ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പിടി മല്ലിയില, പുതിനയില, കരിവേപ്പില, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കൂടത്തിൽ സ്പൈസസുകളായിട്ടുള്ള ഗ്രാമ്പൂ, ഏലക്ക, വലിയ ഏലക്ക, നമ്മുടെ കറുവാപ്പട്ട, ഇച്ചിരി പെരുംജീരകം, ഒരു ജാതിക്കയുടെ ഒരു ചെറിയ പീസസ് ജാതിപത്രി, ഇതെല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ കൂടത്തിൽ ഒരു 2 ടേബിൾ സ്പൂൺ കട്ടത്തൈരും കൂടെ ഇട്ട്, പുളി അധികമില്ലാത്ത കട്ടത്തൈരും കൂടെ ഇട്ട് നമുക്കിതിനെ അരച്ചുകൊണ്ട് വരണം. അപ്പോൾ അരച്ചുകൊണ്ട് വന്നിട്ട് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കനിലോട്ട് ഇതിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് അരച്ചുകൊണ്ട് വന്നിട്ട് നമുക്ക് ബാക്കി കാണിക്കാം. ഞാനിതിവിടെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അത് നമുക്ക് നമ്മുടെ ചിക്കനിലോട്ട് ഇട്ട് കൊടുക്കണം. ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഈ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കുന്ന കൂട്ടത്തിൽ നമുക്ക് മസാലയായിട്ട് കശ്മീരി മുളക് പൊടി, നോർമൽ മുളക് പൊടി, നമ്മുടെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇച്ചിരി ഗരം മസാല, ഇത് ഇത്രയും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഇട്ട് കൊടുക്കുക. കൂടാതെ ഉപ്പും ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഒരു തക്കാളിക്ക, ഒരു മീഡിയം സൈസ് തക്കാളിക്ക ചെറുതായിട്ട് അരിഞ്ഞതും കൂടത്തിൽ നമ്മൾ ഏത് എണ്ണയും കൊണ്ടാണ് കുക്ക് ചെയ്യുന്നത് ആ കുക്കിംഗ് റിഫൈൻഡ് ഓയിൽ അതും കൂടെ ഇട്ട് നല്ലതുപോലെ നമുക്ക് നമ്മുടെ മസാല കൂട്ടുകൾ ചിക്കനിൽ നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കണം. അപ്പം നമുക്കിത് തേച്ച് പിടിപ്പിച്ച് കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും നമുക്കിതിനെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഏറ്റവും നല്ലത് നമ്മൾ വൈകുന്നേരം ഓവർനൈറ്റ് വയ്ക്കുന്നതാണ്. ഓവർനൈറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് രാവിലെ തന്നെ ഇത് എടുത്ത് ചെയ്ത് വെക്കണം. അത് കഴിഞ്ഞ് നമുക്ക് ചിക്കൻ ബിരിയാണി കറി ഉണ്ടാക്കാനുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. അപ്പം നമുക്കിവിടെ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു 4 സവോളയാണ് എടുത്തിരുന്നത്. 2 കിലോ ചിക്കനാണ്, അതുകൊണ്ട് 4 സവോള എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സവോളകളെല്ലാം നല്ലതുപോലെ വറുത്തുകൊണ്ട് ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞതാണ്. അത് നല്ലപോലെ വറുത്തുകൊണ്ട് വരിക. വറുത്ത് മാറ്റി വയ്ക്കുക, കരിഞ്ഞൊന്നും പോകല്ല. വറുത്ത് ബാക്കിയുള്ള എണ്ണയിലോട്ട് ഒരു സ്വല്പം എണ്ണയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എണ്ണ കുറവായിരുന്നു, അതുകൊണ്ട് അതിലോട്ട് നമുക്ക് കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മുടെ സ്പൈസസുകൾ പിന്നെ ഇട്ട് കൊടുക്കുക. സ്പൈസസുകൾ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ഗ്രാമ്പൂ, ഏലക്ക, ഇതെല്ലാം ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് നല്ലതായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും വെളുത്തുള്ളി ഇഞ്ചിയുടെ പേസ്റ്റ് ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിരുന്നു. അതും കൂടെ ഇട്ട് നല്ലതുപോലെ മൂപ്പിക്കണം. അതിലൊരു സ്വല്പം വെളുത്തുള്ളി ഇഞ്ചിയുടെ പേസ്റ്റ് മാറ്റി വെച്ചിരിക്കണം, നമുക്ക് ചോറിന് വേണ്ടിയും ആവശ്യമുണ്ട്. ഇത് നല്ലപോലെ മൂത്ത് വരുമ്പോഴത്തേക്കും അതിലോട്ട് 2 മീഡിയം സൈസ് തക്കാളിക്കായും 2-3 ഒരു തണ്ട് കരിവേപ്പിലയും 2-3 പച്ചമുളകും കൂടെ നല്ലതുപോലെ ഇട്ട് കൊടുക്കുക. നല്ലപോലെ ഇളക്കിക്കൊണ്ട് വരണം. അത് സോഫ്റ്റായി വരുമ്പോഴത്തേക്കും അതിലോട്ട് നമുക്ക് മസാലക്കൂട്ടുകളായിട്ടുള്ള മല്ലിപ്പൊടി, മുളക് പൊടി, കശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഇത് ഇത്ര ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മൂപ്പിക്കണം. നമ്മുടെ പൊടികളുടെ പച്ചമണം മാറുന്ന പോലെ നമുക്ക് നല്ലതുപോലെ അതിനെ നല്ലതായിട്ട് മൂപ്പിച്ച് കൊടുക്കേണ്ടതുണ്ട്. അതിൽ നിന്ന് എണ്ണ തെളിയുന്നവരെ മൂപ്പിച്ച് കൊടുക്കുക. ഇതുപോലെ നല്ലതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്കൊരു സ്വല്പം നമ്മുടെ മല്ലിയില കയ്യിൽ നല്ലതായിട്ട് ക്രഷ് ചെയ്ത് അത് നല്ലതായിട്ട് ഇട്ട് കൊടുക്കുക. കൈ കൊണ്ട് ക്രഷ് ചെയ്ത് നല്ലതുപോലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ടേസ്റ്റ് വരും. നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ സബോള അവിടെ തണുത്ത് വന്നിട്ടുണ്ട്. തണുത്ത് കഴിയുമ്പോൾ അതിനെ നല്ലതായിട്ട് കൈ കൊണ്ട് തന്നെ ക്രഷ് ചെയ്ത് മാറ്റി വയ്ക്കുക. നമ്മുടെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗ്രേവിക്കകത്തോട്ട് നമുക്ക് നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ചിക്കനും ഗ്രേവിയും കൂടെ നല്ലതുപോലെ ഗ്രേവി നല്ലപോലെ പിടിക്കണം. അതിനുവേണ്ടി നല്ലപോലെ അത് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നല്ലതുപോലെ യോജിപ്പിച്ച് കൊടുത്തിട്ട് ഒരു 5-10 മിനിറ്റ് അധികം വേവിയൊന്നും കാണത്തില്ല. ബ്രോയിലർ ചിക്കനാണ്, മീഡിയം സൈസിൽ തന്നെയാണ് കട്ട് ചെയ്യേണ്ടത്. ബിരിയാണിയിൽ ഒത്തിരി കുഞ്ഞാക്കല്. ബിരിയാണി ഇച്ചിരി വലുതായിട്ട് തന്നെ പീസസ് കിടക്കണം. അപ്പോൾ അത് നല്ലതായിട്ട് അടച്ചു വെച്ച് സിമ്മിൽ വെച്ച് അതിനെ വേവിക്കുക. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മൂടി തുറന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഇതിനു വേണ്ടി ചെയ്ത് കൊടുക്കണം. ആ സമയം കൊണ്ട് നമുക്ക് ചോറുണ്ടാക്കാനുള്ളത് നോക്കാം.
അത് ഒരുമാതിരി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് നമ്മളവിടെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സബോളയും കൂടെ ഇട്ട് നല്ലതുപോലെ യോജിപ്പിച്ച് മൂടിയും കൊണ്ട് അടച്ചു വെച്ചേക്കണം. ആ സമയത്തിന് ഞാനൊരു 6 കപ്പ് ബസുമതി അരിയാണ് എടുത്തേക്കുന്നത്. ബസുമതി അരി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി അരമണിക്കൂർ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ലതായിട്ട് മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ചിക്കൻ കറി ഇവിടെ വെന്ത് വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ചിക്കൻ കറി ഇവിടെ വെന്ത് വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ചിക്കൻ കറി നമുക്കിവിടെ പാകമായി കിട്ടിയിട്ടുണ്ട്. ഇതാണ് ചിക്കൻ. ഞാൻ ഒട്ടും വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ചിക്കനിൽ നിന്നിറങ്ങിയ വെള്ളമാണിത്. അപ്പോൾ ഇത് മാറ്റി വയ്ക്കുക. പിന്നെ നമുക്ക് ചോറുണ്ടാക്കാൻ വേണ്ടി ഒരു വലിയ ചെരുവം ഞാൻ ചൂടാക്കി അതിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യും 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ഇട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കുക. സ്പൈസസ് മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് കറി വയ്ക്കാൻ നമ്മൾ ഉപയോഗിച്ച വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഉണ്ടല്ലോ, ഇച്ചിരി ബാക്കി വെക്കണമെന്ന് പറഞ്ഞ് അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. അതും മൂത്ത് വരുമ്പോൾ അതിലോട്ട് സബോളയും 2-3 പച്ചമുളകും കൂടെ ഇട്ട് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കുക. പച്ചമുളകും സബോളയും കൂടെ ഇട്ട് 2 പച്ചമുളകിൻ്റെ ആവശ്യമുള്ളൂ. നമുക്ക് ജസ്റ്റ് ഒന്ന് ചോറിനകത്ത് എടുക്കാൻ വേണ്ടി ഒരു ചെറിയ സബോളയും കൂടെ ഇട്ട് നല്ലതായിട്ട് അരിഞ്ഞ് മൂപ്പിച്ച് കൊടുക്കുക. ഇത് നല്ലതായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും അതിലോട്ട് നമുക്ക് കുറച്ച് ഒരു പിടി മല്ലിയിലയും 1 പിടി പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇത് നമുക്ക് നമ്മുടെ ചോറിന് നല്ലൊരു മണവും ടേസ്റ്റും ഒക്കെ തരുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് മറക്കാതെ ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുക. അത് നല്ലതായിട്ട് മൂത്ത് വരുമ്പം നമ്മളിവിടെ കഴുകി അരിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ അരിനെ ഇട്ട് കൊടുത്ത് അരി ഒരു ഇളം ബ്രൗൺ കളർ വരെ നല്ലതായിട്ട് കൈവിടാതെ ഇളക്കി കൊടുക്കുക. അരി നല്ലതായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും ഞാനിവിടെ അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ആ നെയ്യിലോട്ട് പിന്നെ ഒരു കപ്പിന് 1.5 കപ്പ് എന്നുള്ള അളവിൽ വെള്ളം എടുത്ത് 15 കപ്പ് വെള്ളം എടുത്ത് ചൂടാക്കി അതിലോട്ട് ഒഴിച്ച് അരി വേകാൻ വെച്ചു. അരിയായിട്ടുണ്ട്, ചോറായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി അത് ബേക്ക് ചെയ്യാൻ വേണ്ടി നോക്കാം. ബേക്ക് ചെയ്യാൻ വേണ്ടി ബേക്കിംഗ് ചട്ടി ഇച്ചിരി വലുതായിട്ടെടുത്ത് അതിലോട്ട് നെയ്യ് ഒഴിച്ച് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നിങ്ങൾക്ക് കാജു കിസ്മിസൊക്കെ ഇഷ്ടമാണെങ്കിൽ, നട്ട്സൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്കത് ഫ്രൈ ചെയ്തിടാം. ഇവിടെ പിള്ളേർക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ നമ്മുടെ മല്ലിയിലയും പുതിനയിലയും മാത്രമേ ഇട്ടിട്ടുള്ളൂ. നെയ്യ് ഒഴിച്ചിട്ട് മല്ലിയിലയും പുതിനയിലയും ഇട്ടിട്ട് അതിൻ്റെ മുകളിലോട്ട് ചോറും ഇട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കറി ഇട്ട് കൊടുക്കുക. കറി ഒരു ലെയർ അതിലായി കഴിയുമ്പോൾ ചോറ് ഒരു നല്ലതായിട്ട് ഒരു തിക്ക് ലെയർ ചോറ് ആക്കി കൊടുക്കണം. നല്ലതുപോലെ ഒരു ലെയർ കറിയുടെ മേളിൽ ഒരു ലെയർ നല്ലപോലെ ചോറിട്ട് കൊടുത്ത് അതിൻ്റെ മേളിലേക്ക് ഇച്ചിരി നെയ്യ് പിന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് വിതറി കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് പിന്നെ മല്ലിയിലയും നമ്മുടെ മല്ലിയിലയും പുതിനയിലയും കൂടെ പിന്നെ വിതറി കൊടുക്കുക. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സ് ഉപയോഗിക്കാം. നട്ട്സ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ നട്ട്സ് നല്ലതാണ്, ടേസ്റ്റാണ്. ഇവിടെ വീട്ടിൽ ആർക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത്. അപ്പം ഈ കൂട്ടത്തിൽ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കുക. ഇവിടെ ഞാൻ എൻ്റെ ബിരിയാണിക്ക് ഫുഡിൻ്റെ കളറൊന്നും ചേർക്കത്തില്ല, എനിക്കിഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ നമ്മുടെ ഗ്രേവി ഉണ്ടല്ലോ, ആ ഗ്രേവി തന്നെയാണ് അകത്തൂടെ ഇട്ട് കൊടുക്കുന്നത്. അപ്പം നമുക്ക് ഫുഡ് കളറിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് നാച്ചുറലായിട്ടുള്ള ഒരു കളർ അതിൽ കിട്ടും. നല്ല മണം. ഇടയ്ക്ക് ഓരോ ലെയറിലും നമ്മുടെ നെയ്യ് ഒഴിച്ച് അത് മൊത്തത്തിൽ നല്ലതായിട്ട് എടുത്ത് വെക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ ബേക്കിങ്ങിൻ്റെ കാര്യം. ഇത് നല്ലതായിട്ട് മേളിൽ കൂടെ ഇച്ചിരി നട്ട്സൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് നല്ലതുപോലെ നമുക്കതിനെ ഒരു ടൊമാറ്റോയും കൂടെ മേളിൽ കൂടെ അരിഞ്ഞിട്ട് നല്ലതുപോലെ വട്ടത്തിന് കണ്ടിച്ചിട്ടിട്ട് ഇതിനെ നമുക്ക് ബേക്ക് ചെയ്യാൻ വെക്കണം. ബേക്ക് ചെയ്യാൻ വേണ്ടി വലിയൊരു മൂടി എടുത്തിട്ട് അതിലോട്ട് അലുമിനിയം ഫോയിൽ കൊണ്ടാണ് ഞാൻ ബേക്ക് ചെയ്യാൻ നല്ലതായിട്ട് സീൽ ചെയ്യുന്നത്. നെയ്യ് ഒഴിച്ചിട്ട് നമുക്കതിനെ മൂടി അടച്ച് വെച്ച് ബേക്ക് ചെയ്യാൻ വെക്കണം. കുറഞ്ഞത് സിമ്മിൽ ഒരു 10-15 മിനിറ്റ്, 10 മിനിറ്റെങ്കിലും കുറഞ്ഞിരിക്കണം. 10 മിനിറ്റ് കഴിഞ്ഞ് ഇരിക്കുമ്പോഴത്തേക്കും അത് നല്ലതായിട്ട് മൂടി വരെ നല്ലതായിട്ട് ചൂടാവും. അപ്പോഴത്തേക്കും അതിൽ നിന്ന് നമുക്ക് സ്റ്റീം വരാൻ തുടങ്ങും. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ദം ശരിയായി കിട്ടും ബിരിയാണി. അപ്പോൾ ശരി, അപ്പം ഞങ്ങളുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫോയിൽ പേപ്പർ മാറ്റുവാണ്. അപ്പം നമുക്ക് ദം പൊട്ടിക്കാം. നോക്കിക്കോ,
നമ്മുടെ അടിപൊളി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ, ടേസ്റ്റി ഈസി ആയിട്ടുള്ള ബിരിയാണി നമുക്ക് നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള അവസരങ്ങളിൽ ഉണ്ടാക്കാം.